ഹലോ. എന്നത്തെ പോലെ തന്നെ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് കടി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മൻ്റെ ഒരു സജഷൻ വന്നു, എണ്ണക്കടി വേണ്ട, അല്ലാതെ എന്തെങ്കിലും ആവിക്ക് വേവിച്ചെടുക്കുന്ന എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ആലോചിച്ചൊരു സംഭവം കണ്ടെത്തി, മോമോ, ബീഫ് മോമോ. അപ്പോൾ അതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഈ മോമോ ഉണ്ടാക്കുന്നത് ഞാൻ ഗോതമ്പ് മാവിലാണ് കേട്ടോ. ഉമ്മ തലേ ദിവസം കുഴച്ച് വെച്ച മാവുണ്ടായിരുന്നു, അത് കുഴച്ച് പരത്തി ഇതുപോലെ ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട ഫില്ലിങ്, വഴറ്റിയെടുത്ത സവളയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബീഫ് മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത മാവിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും തള്ളി ഉള്ളിലോട്ടാക്കിയിട്ട് ഞൊറിഞ്ഞെടുക്കാൻ ഈസിയാണ് കേട്ടോ. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇതാ ഓരോ മോമോസും ആവിക്കിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. എനിക്ക് ചെറിയൊരു പണി കിട്ടിട്ടോ. ഞാൻ പാനിൽ വെള്ളമൊഴിച്ച് അതിനകത്ത് ഓരോ മോമോ ഇട്ടിട്ട് വേവിച്ച് എടുത്ത് അത് ഇളക്കിയെടുത്തപ്പോഴത്തേക്കും അടി പൊട്ടിപ്പോയി. സോ നിങ്ങൾ ആവിക്കിട്ട് തന്നെ വേവിച്ചെടുക്കുക. അടിപൊളി മോമോ റെഡി ആവും കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ടച്ചപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും സവാള, വറ്റൽമുളക്, അണ്ടിപ്പരിപ്പും കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഹെൽത്തി മോമോ കെച്ചപ്പിൽ തന്നെ മുക്കിയിട്ട് കഴിക്കുക കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ പൊറോട്ടയും ബീഫും ഉണ്ട്, പിന്നെ ചോറും വറ്റിച്ച മത്തി പൊരിച്ചെടുത്തതും കൂടിയാണ്. അപ്പോൾ ബീഫ് മോമോ മസ്റ്റ് ട്രൈ ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം.